സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. അത് ഫേസ് കാണുമ്പോഴും അതുപോലെ ബോഡിയിൽ സ്റ്റൈൽ കാണുമ്പോഴൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടി തടിച്ചും തോന്നാം അതിനെക്കാട്ടിലും. ഫിറ്റ്നസ് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഓരോ വർഷം ചെല്ലും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കനൽപൂ ലൊക്കേഷനിലാണ്. അപ്പോൾ അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ലൊക്കേഷനിലെ വിശേഷങ്ങൾ ആദ്യം പോകാം. ലൊക്കേഷനിലെ വിശേഷങ്ങൾ ഞങ്ങളിപ്പോൾ എനിക്കൊന്ന് 2.5 വർഷത്തിന് മേളിലായി നമ്മൾ ഈ ലൊക്കേഷൻ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര എപ്പിസോഡ് ഇപ്പോൾ ടോട്ടൽ? ഇപ്പോൾ 705 എപ്പിസോഡ് ഇപ്പോൾ ആയി നിലവിൽ. കുടുംബം പോലായി. ശരിക്കും കുടുംബം പോലെയാണ് ഇവിടെ എല്ലാവരും. പിന്നെ എന്താ നല്ല ചില അധികം നമ്മളീ പറയുന്ന പോലെ കണ്ണീർ കഥയോ അങ്ങനെയൊന്നുമല്ല, ഒത്തിരി ഫണ്ണുണ്ട്. ഞാൻ കാണാറുണ്ട്, കുടുംബം കാണാറുണ്ട് ഈ സീരിയൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിനയിക്കാനും ഇഷ്ടമാണ്, അതുകൊണ്ട് സ്ട്രെസ്സൊന്നുമില്ല. അപ്പോൾ തമാശകളൊക്കെ ആയിട്ട് പോകുന്നൊരു സീരിയലാണിത്. അല്ല, ഞാൻ 1-2 എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു യദുകൃഷ്ണൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ കുടുംബം, ഒരു ചേട്ടൻ മുന്നിൽ നിന്ന് വലിയേട്ടൻ അനിയന്മാർ പറയുന്ന പോലെ ചെയ്യുക, ഏറ്റവും ഇളയ ആള് ഓപ്പോസിഷൻ നിൽക്കുക, അതൊക്കെയല്ലേ കഥ. അപ്പോൾ ഞാൻ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇളയാളെ കെട്ടുന്ന ആളും കുറച്ച് ബോൾഡാണ് അല്ലേ? അതിനകത്ത് പിന്നെ അമ്പിളിയുണ്ട്, ജനനി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ജനനി എന്ന കഥാപാത്രം. പിന്നെ നമ്മുടെ മൂത്ത ചേച്ചിയുടെ അമ്പിളി ദേവി, രണ്ടാമത്തെ ചേട്ടത്തിയായിട്ട് ചിലങ്ക, മൂന്നാമത് അതായത് എൻ്റെ ഭാര്യയായിട്ട് മാൻവി. പിന്നെ ഈ പറഞ്ഞ അനിയൻ്റെ ക്യാരക്ടറായിട്ട് മെയിൻ ഹീറോയിനായിട്ട് ചെയ്യുന്നത് സാന്ദ്രയാണ് ചെയ്യുന്നത്. സാന്ദ്ര. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുതിർന്നൊരു, എനിക്കത് സീനിയറായിട്ടുള്ള ആക്ടറാണ് യദുകൃഷ്ണ ചേട്ടൻ അല്ലേ? അപ്പോൾ പുള്ളിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകൾ സീനിയറായിട്ടുള്ളതുണ്ട്. ചേട്ടൻ്റെ കൂടെ തന്നെ ചേട്ടൻ ഉൾപ്പെടെ. അപ്പോൾ അതിനകത്ത് ജൂനിയറായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അഭിനയത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പഠിക്കാറുണ്ടോ? കാര്യം ഈ വരുന്ന ആൾക്കാർ ഇപ്പം അവരുടെ നിന്ന് കുറച്ചുകൂടെ പഠിക്കാൻ നമുക്ക് ലേണിങ്സ് എന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഉള്ള ആവശ്യമല്ലേ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവരെയും നിന്നും പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ അഭിനയം മാത്രമല്ല, അവർ ഈ പ്രൊഫഷനെ സമീപിക്കുന്ന രീതി, അവരെടുക്കുന്ന എഫേർട്ട്, പിന്നെ ചില ആളുകളുടെ എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ഞാൻ നിരന്തരമായ വർക്കൗട്ടിന് പോയി തുടങ്ങിയത് ഇതിലെ ഹീറോ ആയിട്ടുള്ള സനുരാജുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലാണ്. ഞങ്ങൾ രാവിലെ ഒരുമിച്ച്, അവൻ ഒരു ബോഡി എന്താ പറയുക ഒരു ഫിസിക്കൽ ട്രെയിനറായിരുന്നു. അവൻ കുവൈറ്റിൽ ഫിസിക്കൽ ട്രെയിനറായിരുന്നു. അപ്പോൾ അവൻ ഒരുപാട് ടിപ്സൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആളാണ്. പിന്നെ ഈ പറയുന്നത് യദുചേട്ടനൊക്കെ ഒരുപാട് പഠിക്കണം. ഭയങ്കര ഫ്ലെക്സിബിൾ. അതായത് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സീൻ വായിക്കുമ്പോൾ മല പോലെയുള്ളൊരു സംഭവമായിരിക്കും. ഇതെങ്ങനെ ചെയ്യും, വലുതായിരിക്കും. അത് വലുതെന്നല്ല, അതായത് ഭയങ്കര എന്താ പറയുന്നത് കട്ടിയുള്ള വാക്കുകളോ, പല ഇമോഷൻസിൽ കൂടെ പോകേണ്ട ചില സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയോട് അങ്ങനെ പറയും. അപ്പോൾ നമ്മളോർക്ക് എങ്ങനെ ഒരാൾ ചെയ്യും, ഭയങ്കര. അപ്പോൾ എനിക്കിത്തരം സാധനം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അത്തരം കാലം ഞാൻ മുന്നേ നമ്മൾ ചെറിയ ഇതാവും. പക്ഷെ അങ്ങേര് ചെയ്യുന്ന കണ്ടാൽ പുള്ളി വളരെ കൂളായിട്ട് അത് ചെയ്ത് അങ്ങോട്ട് അല്ല ഇങ്ങനെയല്ലോ നമ്മൾ മനസ്സിൽ കണ്ടത് നമ്മൾ ഓർത്ത് പോകും. അങ്ങനെ ചെയ്തു കളയും. ഫ്ലെക്സിബിലിറ്റിയുടെ അങ്ങേയറ്റമാണ് പുള്ളി. അപ്പം പുള്ളിയെക്കാട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് നമുക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. പുള്ളി ഭയങ്കര കൂളാണ്. അതല്ലേ ചേട്ടാ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതാണ് പുള്ളി ഭയങ്കര കൂളാണ്. പുള്ളി അങ്ങനെ ഒരു സീൻ വരുന്നതിന് ഇപ്പം നമ്മളൊക്കെ ചില സീൻ വരുമെന്ന് പറയുമ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പേ നമ്മളതിന് ടെൻഷൻ അടിച്ചു തുടങ്ങും. എനിക്ക് ചില കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൊട്ടിക്കരഞ്ഞ് അഭിനയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെയിനാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീനുണ്ടെന്ന് പറയുമ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ അപ്സെറ്റാണ്. അതിന് എങ്ങനെ ചെയ്യും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല. ഈ യദുകൃഷ്ണൻ ചേട്ടനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലാലേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു, അതുപോലെ കുറേ വികൃതി കഥാപാത്രങ്ങൾ, കുരുത്തക്കെട്ട കഥാപാത്രങ്ങൾ കുറേ ചെയ്തിട്ടുള്ള ഒരാളാണ് കൊച്ചിലെ. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. മനു അങ്കിളിൽ തന്നെ അതിനകത്ത് നമ്മുടെ ഇത് സന്മൻ ശ്ലോക സമാധാനം, അതെ, അതുപോലെ തന്നെ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ്, അതൊക്കെ ഞങ്ങൾ ഇരുന്ന് തമാശകൾ പറയും. പുള്ളി അതിനെ ആസ്വദിക്കാറില്ല, ഞങ്ങൾ ആസ്വദിക്കുന്നത്. അങ്ങേക്കത് അതായത് പറഞ്ഞു, പുള്ളി ഇങ്ങനെ ചെയ്ത് വെച്ചൊരു ക്യാരക്ടറിന് പുള്ളി അങ്ങനെ ഒരു സംഭവമൊന്നും പുള്ളി ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞോണ്ട് തന്നെ. അതെ, ഞങ്ങൾ സ്റ്റിക്കർ അയക്കും പുള്ളിക്ക്, ഞങ്ങൾ അസ്വസ്ഥരാണ് എന്നൊരു ഡയലോഗ് ഉണ്ട് പുള്ളിയുടെ ചെറുപ്പത്തിലെ സിനിമയിലെ. പുള്ളി ഒരു സമരമൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞു ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന ഡയലോഗ്. അതെ, എന്താണെന്ന് ചോദിക്കുന്നത് സന്ദേശം സിനിമയല്ലേ? അല്ലല്ല, സന്ദേശമല്ല, അത് ഇത് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറ. അതെ. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞല്ലോ ഞാൻ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു നേതാവാണെന്ന് പറഞ്ഞ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പുള്ളി അതിനെ പിന്നെ തിരിച്ച് അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. നമ്മൾ നല്ല കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ ചേട്ടനും കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് സീരിയൽ രംഗത്ത് തന്നെ. ഇനി എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം ക്യാരക്ടർ കിട്ടിയത്. അതായത് എനിക്ക് തോന്നുന്നു നെഗറ്റീവ്സിലൂടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രോബബ്ലി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, വൺ ഓഫ് ദ
ആർട്ടിസ്റ്റ് താങ്കളായിരിക്കും എന്നാൽ എൻ്റെ ഒരു മൈൻഡിൽ വരുന്നത്. അപ്പം ശരിയല്ലേ അത്? കാര്യം എന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെയും എനിക്ക് റെഡിഷ് ആയിട്ടുള്ള കണ്ണൊക്കെ വെച്ചിട്ട് കുറേ അഭിനയം, അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് അതിലും ഗുണ്ടായിസം കാണിക്കുന്ന അഭിനയം, അങ്ങനെയൊക്കെ വന്നിട്ടില്ല കഥാപാത്രങ്ങൾ. ചെറിയ ഓർമ്മയിലാണ് വരുന്നത്. എനിക്ക് മനസ്സിലായത് നമ്മൾ നെഗറ്റീവ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സ് ചെയ്തൊരു ഭാഗ്യം. ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയലിൽ, നമ്മൾ മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയലിൽ അവിനാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാൾ ശരിക്കും ഭയങ്കര മോശമാണ്, പക്ഷെ എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്. അയാളെ വെറുക്കുന്ന ആൾക്കാർക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതിനകത്ത് ഭയങ്കര കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ആൾക്കാർ പറയും ഭയങ്കര വില്ലനായിരുന്നു കേട്ടോ അത് എന്ന് പറയും. അത് നമ്മുടെ ഭാഗ്യമാണ് അങ്ങനെ പറയുന്നത്. തീർച്ചയായും ഞാൻ പ്രിയങ്കരിയിലെ റോയി എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലോ, അത് ഈ ആളുകളെ പറ്റിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ തമാശകളിൽ കൂടെ പറഞ്ഞു പോയ ഒരു ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് അച്ഛനാണ് തന്നെ ഇയാളൊരു എന്താ പറഞ്ഞ, അയാളുടെ ഭാര്യയോടൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ വില്ലത്തരമുണ്ട്, എന്നാൽ അയാൾ ഒരുപാട് അബദ്ധങ്ങളിൽ പോയി വീഴുകയും അങ്ങനെ ആളുകളെ ഒരുപാട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പക്കാ വില്ലൻ അങ്ങനെ ഒരു സംഭവം അല്ലാതെ മിക്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, രസമാണ് അതൊക്കെ. അതെ അതെ, നമുക്കിപ്പോൾ നിലവിൽ ഇതുവരെയൊക്കെ ചെയ്തേക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, കുറച്ച് ഹാർഡാണ് എങ്കിൽ പോലും ഉള്ളിൽ കുറച്ച് നന്മയുണ്ട്, കുറച്ച് തമാശ രീതിയിൽ പോകുന്നതും കൂടെയാണ്. എനിക്കത് ഇപ്പോൾ ഇടയ്ക്ക് ഹാർഡായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ലല്ല, നമ്മൾ ചേട്ടനെ ധിക്കരിക്കുന്ന സീൻസ് വരുമ്പോൾ, അതായത് മുതിർന്ന ആളെ ധിക്കരിക്കുമ്പോൾ യദുകൃഷ്ണൻ ചേട്ടനെ അല്ല അതെന്തോ ഒരു സീനിലുള്ളൂ. നമ്മൾ ഫുള്ളി ചേട്ടനോട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡാണ്. ചേട്ടൻ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ഇതാണ്, വില്ലിങ്ങാണ്, നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾ ഭാര്യ, മറ്റുള്ള ആൾക്കാരോട് അത്ര, നമ്മുടെ സഹോദരി, അവരോടൊന്നും ഇതില്ല. ചേട്ടൻ എന്ത് പറയുന്നു അത് വേദവാക്യമാണ്. അമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്, സഹോദരങ്ങളോട്, അതായത് കൂടെ പിറപ്പുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അയാൾക്കല്ലാതെ വേറെ സമൂഹമൊന്നുമില്ല. പിന്നെ അയാൾ സ്നേഹിക്കുന്ന പറഞ്ഞാൽ കുറേ പെമ്പിള്ളേരെയാണ് സ്നേഹിക്കുന്നത്. അതിപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുമല്ലോ ചേട്ടാ? കറക്റ്റാണോ? അല്ലല്ല, ഞാനൊരു ക്യാരക്ടർ പറഞ്ഞു കേട്ടോ, അതാണ് ഒന്നുകൂടെ എടുത്തേ. അല്ല, ഞാൻ ക്യാരക്ടറാന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇന്നലെ എടുത്ത സീനും ഒരു പെൺകുട്ടി ഫോൺ ചെയ്തിട്ട് നമ്മൾ അവളെന്നെ ട്രാഫിക് പെടുത്തുന്ന ഒരു സീനാണ് എടുത്തത്. ഞാനോട് അതായിരിക്കും ചോദിച്ചത്. ഈ നമ്മൾ പല കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും അനുഭവിച്ചാണ്. അത്തരത്തിൽ മറക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ചേട്ടൻ ഇതിലേക്ക് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ കുറേ കാണുമല്ലോ ചേട്ടൻ. ഇതിലേക്ക് എത്തിപ്പറ്റാൻ ഭയങ്കര പാടാണ്. കിട്ടിക്കഴിഞ്ഞൊരു നമ്മൾ അവിടെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷെ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും നമുക്ക് ഓർമ്മയിൽ വരും? ഉണ്ട്. ഞാനല്ല, നമ്മളത് എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, എന്നെ ഇതുപോലൊരു സീരിയലിൽ, നമ്മൾ ഇൻഡസ്ട്രി വരുന്നതിന് മുമ്പാണ്, നമ്മൾ അവസരം ചോദിച്ചു വന്ന അങ്ങൊരു സമയത്ത് ഒരാൾ എന്നെ ഒരു സീരിയലിലേക്ക് വിളിച്ചു. രാവിലെ എത്തണം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഞാൻ ഒരു കാർ ഡീലർഷിപ്പ് വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ അന്ന് ഞങ്ങളുടെ ക്ലോസിങ് ടൈമാണ്. അപ്പോൾ എനിക്ക് മന്തിൻ്റാണ്, ഇയറിൻ്റെ വേണേൽ പറയാം, അങ്ങനെ ഒരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ അഭിനയത്തോടുള്ളൊരു ഭ്രാന്ത് കൊണ്ട് നമ്മൾ വന്നു. അപ്പോൾ ഒരു രാവിലെ എന്നോട് 6:30 എത്തണം എന്ന് പറഞ്ഞു. എവിടുന്നാ വന്നത്? ഞാൻ എറണാകുളം ഭാഗത്തായിരുന്നു ആ സീരിയലിൻ്റെ ഷൂട്ട്. ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളം രാവിലെ എത്തി. 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. എന്നെ ആദ്യം ഡയറക്ടർ കണ്ടു, റൈറ്റർ കണ്ടു. ഇവരെല്ലാം കണ്ട ശേഷമാണ് എന്നോട് അവരുടെ ഇവിടെ വെയിറ്റ് ചെയ്യും, സീനാവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു വക്കീലിൻ്റെ ഒരു സീനാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുത്തി ഒരു 5 മണി വരെ ഇരുത്തിയിട്ട് പറയാണ്, എന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിപ്പിച്ച് നോക്കുമെന്നല്ലേ ഇത്. ഒരു 5 മണിയായപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏജ് കുറവാണ്, നോക്കണം പറഞ്ഞു. ഏജ് കുറവാണ്? ഏജ് കുറവാണ്, വക്കീൽ ഇച്ചിരി പ്രായമുള്ള ആൾ വേണം. പക്ഷേ അത് നമുക്ക് വിഷമമായി പോയി. കാരണം അവർക്ക് രാവിലെ അത് പറയാം, വന്ന് കണ്ടപ്പോൾ എന്നോട് പറയാം തീർച്ചയായിട്ടും നിങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചൊരു 10 മണിയാകുമ്പോഴും തിരിച്ചെത്തിയിട്ട് എനിക്ക് ജോലിക്ക് തിരിച്ച് കയറാമായിരുന്നു. ഇപ്പോൾ എന്നെ ഒരു 5 മണി വരെ കാരണം അങ്ങനെ ഇരുത്താൻ കാരണം നമ്മളാരുമല്ല എന്നൊരു തോന്നലുകൊണ്ടാവാം.